ഇന്നും എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസമായിരുന്നേ. രാവിലെ തന്നെ വീട്ടിലെ അത്യാവശ്യ പണികളൊക്കെ തീർത്തിട്ട് ആടിന് തീറ്റി വെട്ടാനായിട്ട് അടുത്തുള്ള ഒരു തോട്ടത്തിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ പുല്ലൊന്നും വെട്ടാൻ അവർ സമ്മതിക്കത്തില്ല, കാരണം അവർക്ക് പശുവുണ്ട്. പിന്നെ വേലിക്കലൊക്കെയുള്ള ആട് തിന്നുന്ന ചെടികളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെട്ടിയെടുക്കാം, പുല്ല് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ദേണ്ട ഈ തോട്ടത്തിനകത്തെ അടയ്ക്കാത്തോട്ടത്തിനകത്ത് കുറേ മയിലുകൾ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ എൻ്റെ തലവട്ടം കണ്ടതും എല്ലാം ഓടിപ്പോയി. കുറേ എണ്ണം പറന്നു പോയതുകൊണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇവിടെ 2 എണ്ണം നിപ്പുണ്ട്, ഒരെണ്ണം തേണ്ട അതും. ഇനി ഈ അടയ്ക്കാമരത്തിൻ്റെ പിറകെ ഒരെണ്ണം നിപ്പുണ്ട്, അതും പോയി. അപ്പോൾ ഈ അടയ്ക്കാമരത്തിൻ്റെ പിറകെ ഇതേ ഓടുന്നു, കണ്ടോ? മനുഷ്യനെ കണ്ടാൽ മതി അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടും. ഒന്നുപോലും കണ്ണിൻ്റെ വട്ടത്ത് വരത്തില്ല. ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നിനും കിട്ടാറില്ലേ. അതുകൊണ്ട് ഇവിടെ കുറേ ചോളം നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തെന വരുന്നതിന് മുമ്പ് തന്നെ പശുവിന് വെട്ടി കൊടുക്കാനായിട്ട് നട്ടിരിക്കുന്നതാണ്, തെന എടുക്കാനല്ല, അതായത് ചോളം എടുക്കാനല്ല. അപ്പോൾ ഇവിടെ ഒരു അരിനെല്ലി മരമുണ്ട്. ഇത് അരിനെല്ലി അല്ലേ? അരിനെല്ലി മരമുണ്ട്. അപ്പോൾ ഇവിടെ ചുവന്ന നെല്ലിക്ക, ലോലോലിക്ക എന്ന് പറയുമല്ലോ, ലൂബിക്ക, അതൊന്നും കിട്ടാറില്ല. ആകെ കിട്ടുന്ന ഈ നെല്ലിക്കായും പിന്നെ കാട്ടുനെല്ലിക്കായുമാണ്. അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് കളറ് റോസാ ചെടിയുണ്ട്. ഇന്നലെ ഇതിനകത്ത് 2 പൂവുണ്ടായിരുന്നു, ഇന്ന് ഒറ്റ പൂവേ വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ തോട്ടത്തിൽ തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ ആൾതാമസമൊന്നുമില്ല അവിടെ. കൃഷി ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും ഒക്കെയാണെന്ന് തോന്നുന്നു അതുള്ളത്. ആൾതാമസമില്ല, കറണ്ടൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കിണറുണ്ട്. അപ്പോൾ കിണർ കണ്ടോ, ഒരു കല്ലൊക്കെ കെട്ടിയിട്ടുള്ള വേറെ രീതിയിലുള്ള കിണറാണ്. അപ്പോൾ ഇവിടെയുള്ള കിണറുകളൊക്കെ ഇങ്ങനെ ഉള്ളത്, അതായത് ഇത്ര താഴ്ചയൊക്കെ ഉള്ളൂ. കേരളത്തിലെ പോലെ 60, 70, 80 അടി താഴ്ചയ്ക്കൊന്നും ഇവിടെ കിണർ കുഴിക്കാൻ പറ്റത്തില്ല, കുഴിക്കാറുമില്ല കേട്ടോ, കാരണം മൊത്തം പാറയല്ലേ ഇവിടെയൊക്കെ. അപ്പോൾ ഇത് തോട്ടത്തിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം മൊത്തം ഇതിനകത്തു നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ചോളമാണ്. കുറേയൊക്കെ അരിഞ്ഞെടുത്ത് പശുവിന് കൊടുത്തിട്ടുണ്ട്. ഇതും തെന വരുന്നതിന് മുന്നേ തന്നെ മുറിച്ചെടുക്കും കേട്ടോ. ഇത് അഗസ്ത്യച്ചീരയുടെ ചെടിയാണേ, കുറേ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പൂവുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പൂവ് എടുക്കാമെന്നോർത്ത് വന്നതാണ്. അപ്പോൾ ഇത് ആടിന് കൊടുക്കാനാണ് വളർത്തുന്നത്. ആടില്ലാത്തൊരു പശുവിന് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പൂവ് നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെയൊന്നും ഇവിടെ തോരൻ വയ്ക്കാറില്ല. പിന്നെ ഒരു തരം ചീരക്കറി വയ്ക്കും, അതായത് പാലച്ചീര, ഉലുവാച്ചീരയൊക്കെ ഇട്ട് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വെക്കും. അല്ലാതെ നമ്മൾ വയ്ക്കുന്ന പോലെയൊന്നും തോരൻ വയ്ക്കത്തില്ല. അപ്പോൾ എനിക്കൊന്ന് തോരൻ വയ്ക്കാമെന്നോർത്ത് ഞാൻ കുറേ പൂവ് പറിച്ചെടുത്തു. നന്നായിട്ട് വിരിഞ്ഞതും ഉണ്ടായിരുന്നു, നല്ലത് നോക്കി കുറേ എണ്ണം പറിച്ചെടുത്തു. അപ്പോൾ പിന്നെ ഇവിടെ ഇതിൻ്റെ കായ് കറി വയ്ക്കും കേട്ടോ, ഒരു തരം മസാലക്കറി വയ്ക്കും കായ് ഇട്ടിട്ട്. മൊട്ടും പൂവും എല്ലാം പറിച്ചെടുത്തേ. നല്ലത് നോക്കി തോരൻ വയ്ക്കാനും എടുക്കാം, ബാക്കി ആടിനും കൊടുക്കാമല്ലോ എന്നോർത്ത് എല്ലാം ഞാൻ പറിച്ചെടുത്തു. കുറേ ഉണ്ടായിരുന്നു, കവറൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ തീറ്റപ്പുല്ല് വളർത്തിയേക്കുന്നതാണ്. എല്ലാം മുറിച്ചെടുത്ത് ഇപ്പോൾ വീണ്ടും തളിർക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നും എനിക്ക് വെട്ടാൻ പറ്റത്തില്ല. ആ വേലിക്കലൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള നിൽക്കുന്ന ചെടികളൊക്കെ വെട്ടാം ആടിന് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ അതൊന്നൊക്കെ കുറച്ച് ഞാൻ വെട്ടിയെടുക്കും. ഇതൊക്കെ വെള്ളം പല സ്ഥലത്തേക്ക് തിരിക്കുന്നതാണ്. ആ ജോയിൻറ്റിൻ്റെ അവിടെ തിരിക്കാൻ പറ്റും, പല സ്ഥലത്തേക്ക് തിരിച്ച് വെള്ളം വിടാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഓരോ ഏരിയയിലേക്ക് പൈപ്പ് വെച്ച് കൊടുത്തിട്ട് വെള്ളം വിടും. ഏതായാലും ഇന്നത്തേക്കുള്ള ആടിനുള്ള തീറ്റ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് തോരൻ വയ്ക്കാനുള്ള സാധനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും വീട്ടിലോട്ട് പോകാമെന്ന് ഓർത്ത്. അപ്പോൾ വണ്ടിയുണ്ട്, വണ്ടി കുറച്ച് അപ്പുറത്തോട്ട് വച്ചിരിക്കുവാണ്. വണ്ടി ഇതിൻ്റെ മുറ്റം വരെ വണ്ടി വരും, പക്ഷേ ഞാൻ ഇതിനകത്തോട്ട് കയറത്തില്ല. അതുകൊണ്ട് ഡിക്കിനകത്തോട്ട് പൂവൊക്കെ എടുത്തിട്ടു. എല്ലാം ചീത്തയായതും എല്ലാം പറിച്ചിട്ടുണ്ട്, കാരണം ആടിന് കൊടുക്കാമല്ലോ എന്ന് ഓർത്തു. ആദ്യം നല്ല നോക്കി പറിക്കാൻ നിന്നിട്ട് പിന്നെ എനിക്ക് തോന്നി ബാക്കിയുള്ളത് ആടിന് കൊടുക്കാമല്ലോ എന്ന് ഓർത്തു. അതുകൊണ്ട് ഇത്രയും നല്ലത് പൂവ് കിട്ടിയിട്ടുണ്ട്, ഇത് തോരൻ വയ്ക്കാൻ എടുക്കാം. പിന്നെ കുറച്ച് മറ്റേ പൊഴിയാറായതും വാടിയതും അങ്ങനെയുള്ള കുറേ ഇല കിട്ടിയിട്ടുണ്ട്, ഇതൾ കിട്ടിയിട്ടുണ്ട്, അത് വേണ്ട ആടിന്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.